നമസ്കാരം, നിങ്ങളുടെ സ്വന്തം ശ്രീതാശ്. ഇനി നമ്മൾ പറയാനുള്ളത് പ്രേതബാധയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് പോയി. വളരെ അപകടാവസ്ഥയിലാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നേർക്കാഴ്ചയിൽ കാണേണ്ട അവസ്ഥകൾ, ഓരോ കുടുംബത്തും ഉണ്ടാവുന്ന പല വിഷയങ്ങളും. ഞാൻ പോയ വീട്ടില് ഒത്തിരി പേരുണ്ടായിരുന്നു. അവരൊരുപാട് സ്ഥലങ്ങളിൽ പോയി വിഷയങ്ങൾ എടുക്കാനൊക്കെ നോക്കിയിട്ടും അത് മാറ്റാൻ പറ്റിയില്ല. അവർ ഉയർച്ചയില്ല, അവര് താന്നു തന്നെ കിടക്കുകയും. അതിനെ ചൊല്ലി അവര് തിരക്കി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു. അതിലൂടെയാണ് അവർ വരുന്നത് ഇച്ചിരി ദൂരത്തു നിന്നായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഓടി 12 മണിയോളം ആയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ആ സമയത്ത് അതാ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികൾ വളരെ ബുദ്ധിമുട്ടുള്ള വഴികളുമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവിടെ ചെന്ന് ഒഴിവ് കടന്നു. ഒഴിവിന്റെ സമയത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. മരണപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ മരിച്ച ആളായിരുന്നു. അവര് വീട് സെക്കൻഡ് ഹാൻഡ് പഴയ ഒരു വീട് മേടിച്ചതായിരുന്നു. അതാണ് ഇതിനകത്തുള്ള കേസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പഴയ വീട്ടില് ദുർമരണം നടന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ ഒരു പഴയ വീട് മേടിച്ചാൽ പോലും നമ്മൾ അതിന്റെ വേണ്ട ശുദ്ധീകരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീട് പൂർണ്ണതയിൽ എത്തിച്ചതിന് ശേഷം മാത്രം താമസം തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ബാധിക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ ജീവിതം തകർന്നു പോകും. അത് വിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, എല്ലാത്തിനും നമ്മൾ അത് ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാവുള്ളൂ. അല്ലാതെ നമ്മുടെ എടുത്തു ചാടി എന്ത് കാര്യം ചെയ്താലും അതിന് പരാജയം തന്നെയാണ് വരുന്നത്. അത് മനസ്സിലാക്കണം. എല്ലാവിധ വിശ്വമായ സ്വാമിയുടെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു